സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സോഷ്യൽ മീഡിയ ആകെ മിസ് ഹണി റോസ്, ചലച്ചിത്ര താരം ഹണി റോസും ഒരു വ്യവസായ പ്രമുഖനുമായിട്ടുള്ള വാക്പോരും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇന്ന് വൈറലാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണ്ട. എന്നെപ്പോലെ നിങ്ങളും ഈ സോഷ്യൽ മീഡിയയൊക്കെ കാണുന്നതാണ്. അപ്പോൾ ശ്രീ മിസ് ഹണി റോസ് എന്ന ചലച്ചിത്ര താരത്തെ അറിയാം, നമുക്കൊക്കെ അറിയാം. ആ ഒരു ഇതിൽ പരാമർശിക്കപ്പെടുന്ന വ്യവസായ പ്രമുഖനെയും അറിയാം. പുള്ളിയുടെ വീഡിയോകളും നാമൊക്കെ കാണുന്നതാണ്. അപ്പോൾ മിസ് ഹണി റോസിൻ്റെ പരാതി, ആ വ്യക്തി ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു പൊതുവേദികളിൽ തുടങ്ങിയ പരാതികളാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ മുറ പോലെ നീങ്ങുന്നു. നാമൊക്കെ അത് സോഷ്യൽ മീഡിയയിൽ നിത്യവും കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ സമൂഹത്തിൽ ഒരു ചെറിയ ഗ്രിപ്പ് നേടിക്കഴിഞ്ഞാൽ സാധുക്കളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ, സാധുവാകട്ടെ ഇടത്തരക്കാരാകട്ടെ, എന്ത് തോന്നിയവാസവും പറയാം, അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്താം തുടങ്ങിയ ഒരു ചിന്ത ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നില്ലേ എന്ന് തോന്നിപ്പോകും. കാരണം സമൂഹത്തിലൊരു ഗ്രിപ്പ് നേടിക്കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ തന്നേക്കാളും ഒരു പടി താഴ്ന്നതാണ് എന്ന് ചിലർക്കെങ്കിലും ചിന്ത ഉണ്ടാവുന്നുണ്ടോ എന്ന സംശയം. അവിടെ രാഷ്ട്രീയമോ മതപരമോ ജാതീയമോ ആയ യാതൊരു വേർതിരിവുകളുമില്ല. എല്ലാ വിഭാഗങ്ങളിലും ഈ മേൽക്കോയ്മ മനോഭാവം പുലർത്തുന്നവരുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ ചർച്ച ഇന്ന് സോഷ്യൽ മീഡിയ വൈറലാവുകയാണ്. അപ്പോൾ നമുക്കൊരു വ്യക്തിയെ, ഉന്നതനായിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഭിക്ഷക്കാരനായിക്കോട്ടെ, ഇപ്പോൾ ഭിക്ഷ എടുക്കാൻ വരുന്ന, നമുക്ക് മുന്നിൽ കൈനീട്ടുന്ന ഒരു ഭിക്ഷക്കാരനോട് പോലും ചില സാമാന്യ മര്യാദകൾ നാമൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഭിക്ഷ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഭിക്ഷ നിഷേധിക്കുക, മാന്യമായി നിഷേധിക്കുക, അവൻ പോയിക്കൊള്ളും. അല്ലാതെ അവൻ്റെ തന്തയ്ക്ക് വിളിക്കലല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ, അല്ലെങ്കിൽ ഭാരതീയമായ ഒരു സംസ്കാരത്തിൻ്റെ അന്തസത്ത, ആ ഒരു ബേസ്. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം. ഏതായാലും സോഷ്യൽ മീഡിയയിൽ നിത്യവും ഈ സംഭവത്തിൻ്റെ ഫോളോ അപ്പ് നിങ്ങളും ഞാനും കാണുന്നു. ആ വ്യവസായ പ്രമുഖൻ്റെ പ്രത്യേക ഇൻ്റർവ്യൂവും മറ്റും സോഷ്യൽ മീഡിയയിൽ ഇന്നലെയും നമ്മളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ ഏതായാലും പണ്ട് കന്യാകുമാരി ജില്ലയിലും അല്ലെങ്കിൽ നമ്മുടെ തെക്കോട്ടൊരു തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതായത് വലിയ കടയിൽ വില പോകാത്തത് ചെറിയ കടയിൽ വില പോകുമെന്ന്. പ്രാദേശികമായ ചില പദവ്യത്യാസമുണ്ടാവാം ഈ ചൊല്ലിന്. അപ്പോൾ അതുപോലെ എന്നായാലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു മോശം പ്രവൃത്തി ശാസിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു, ചില സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യുന്നു, പക്ഷെ പ്രതികരണം അറിയിക്കുക. എൻ്റെ വീഡിയോകൾ തുടരണോ അതോ അല്ല മതിയാക്കടേ എന്ന് പറഞ്ഞാലും എനിക്ക് വിഷമമില്ല. എൻ്റെ സോഷ്യൽ മീഡിയ ആകെ പരതുന്ന പല പ്രമുഖരുടെയും വീഡിയോയും മറ്റുമൊക്കെ കാണുന്നവരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സാധാരണക്കാരൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇന്ന് തന്നെ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.